അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസത്തോളമായി. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൊജക്ട് മാനേജർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂഫിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളോട് വന്നു കഴിഞ്ഞപ്പോൾ റൂഫിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ നമുക്ക് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ വീട് പണി നമുക്ക് മെച്ചുണ്ട്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് പ്ലഗ് പോയിൻറ്റുകൾ കാര്യങ്ങൾ ഇടാം. നമുക്ക് ഇഷ്ടമുള്ള എക്സ്ട്രാ പ്ലഗ് പോയിൻറ്റ് വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൊജക്ടർ വയ്ക്കാനോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പോയിന്റ്സ് നമുക്ക് കാട്ടി കൊടുത്താൽ അവർ നമുക്ക് ഇട്ട് തരാൻ പറ്റും. അത് നമ്മൾ വീട് പണിയുമ്പോഴുള്ള ചില മെച്ചാണ്. അപ്പോൾ ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് അനിയൻ്റെ വീടുണ്ട്. അവൻ്റെ വീടിൻ്റെ മേൽക്കൂര ജസ്റ്റ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത ആഴ്ച കൂടി അവന് തരും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്കാണ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്രൈഡേ ഞങ്ങൾക്ക് 9 മണിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വന്നിട്ട് നമ്മുടെ സന്ദർശനപ്രകാരം വന്നിട്ട് നമുക്ക് പ്ലഗ് പോയിന്റുകൾ കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ പുറകിലോട്ട് ഇത് വീണ്ടും പുറകുവശം കേട്ടോ. പുറകുവശം ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ നടെങ്കിലേ ഈ വേനൽക്കാലത്തൊക്കെ കൂടുതൽ ആൾക്കാരോട് പച്ചക്കറിയൊക്കെ നടാം. നമുക്ക് ഈ തക്കാളി അങ്ങനത്തെ കുറച്ച് പയർവർഗ്ഗങ്ങളൊക്കെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഉണ്ടാവും അത്യാവശ്യത്തിന്. അപ്പോൾ അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെ പുറകുവശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട് വന്ന് നോക്കി പോകുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ, നമുക്ക് എപ്പോഴും ഇവിടെ വരാനുള്ള പെർമിഷനൊന്നും ഇല്ല. നമ്മൾ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇടുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നപ്പോൾ ആരുമില്ല, ഫ്രൈഡേ ആയതുകൊണ്ട് അവർ ചുമ്മാ കയറി അതിൻ്റെ പുറകിലൊക്കെ നിറച്ച് വീടുകൾ വരുന്നുണ്ട്. അത് കാണിച്ചെടുത്തേക്ക്. പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു 600 സ്ക്വയർ മീറ്ററിലെല്ലാം ഇങ്ങനെ പ്ലോട്ട് തിരിച്ചു വെച്ചേക്കണം. ഇത് ഏകദേശം ഒരു 200 ഹൗസസ് വരുന്നുണ്ട്. 10 year പ്രൊജക്റ്റാണെന്ന് പറഞ്ഞവർ. അപ്പോൾ ഇവിടേക്ക് പെട്ടെന്ന് വരുമായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 മാസമായിരുന്നു. അപ്പോഴേക്കും വീട് ഇപ്പോൾ ഈ ലെവലിലായി. ഞങ്ങളുടെ എൻ്റെ ഒരു വീടും ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു മേ ബി ഇവിടെ ഒരു ഫെൻസ് വരുമായിരിക്കും സെൻട്രൽ. എന്തായാലും അത് കൗൺസിലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തായാലും അവർ ഫെൻസ് ചെയ്യും. അല്ലെങ്കിൽ പിള്ളേർക്ക് കോടി കളിക്കാൻ സുഖമായിരുന്നു.